കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാർക്ക് ഞാൻ സ്നേഹവന്ദനം പറയുന്നു. സൗരസൗരന്മാരെ, ഞാൻ ഇന്ന് ഒരല്പസമയം നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിലൊന്നും അധികമൊന്നും പരാമർശിക്കാതെ ഇരിക്കുന്ന, എന്നാൽ പുതിയ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സകല മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കും എന്നുള്ളത്. എബ്രായ ലേഖനം 9:27 നമ്മളങ്ങനെ വായിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കാൽ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ സകല മനുഷ്യരെയും ന്യായം വിധിക്കുമെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ന്യായം വിധിക്കുന്നത് 3 മാനദണ്ഡത്തിലാണ്, 3 അടിസ്ഥാനത്തിലാണ്. ഒന്ന് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം വേദപുസ്തകം ഇല്ലാത്ത, യേശുവിനെ അറിയാത്ത അനേകരുണ്ട്. അവരെ ന്യായം വിധിക്കുന്നത് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും, ന്യായപ്രമാണം ലഭിച്ചിരിക്കുന്ന ആ ജാതി ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ ന്യായപ്രമാണം ലഭിച്ചവരെ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കുമെന്നും, എന്നാൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്ത, അല്ലെങ്കിൽ പുത്രന്റെ ഉപദേശം ശ്രവിച്ച, അല്ലെങ്കിൽ പുത്രന്റെ ഉപദേശം സ്വീകരിച്ച നമ്മെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം ന്യായം വിധിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ യേശുക്രിസ്തു അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ വചനം തള്ളിക്കളയുന്നവനെ ഞാൻ വിധിക്കുന്നില്ല, എന്നാൽ ഒടുക്കത്തെ നാളിൽ ഞാൻ സംസാരിച്ച വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. അപ്പോൾ യേശുക്രിസ്തു സംസാരിച്ച ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ന്യായം വിധിക്കപ്പെടുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തു ന്യായം വിധിക്കുന്നത് എന്നാണെന്നോ അല്ലെങ്കിൽ അതിന്റെ കാലങ്ങളെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ലോക അവസാനത്തില് അല്ലെങ്കിൽ കാലാന്തരത്തില് ദൈവം നമ്മളെ ന്യായം വിധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ ന്യായവിധി ദിവസത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ മുന്നറിയിപ്പാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് യേശുക്രിസ്തു മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞതായ ആ ഉപമയിൽ, അതായത് യേശുക്രിസ്തു മനുഷ്യപുത്രൻ വരുമ്പോൾ യേശുക്രിസ്തു തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. അവൻ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ, ആട്ടിടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നത് പോലെ സകല ജാതികളെയും വേർതിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ സകല ജാതികളെയും യേശുവിന്റെ മുമ്പിൽ കൂട്ടി നിർത്തി സകലരെയും ഇങ്ങനെ വേർതിരിച്ച് വലത്തുള്ളവരും ഇടത്തുള്ളവരും, അപ്പൊ ചെമ്മരിയാട് വലത്തുള്ളതും കോലാട് ഇടത്തുള്ളതും, അങ്ങനെ 2 വിഭാഗമായി തിരിച്ച് അവർക്ക് വലത്തുള്ളവർക്ക് നിത്യജീവനും ഇടത്തുള്ളവർക്ക് നിത്യനാശവും കർത്താവ് പ്രതിഫലം നൽകുമെന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ ഈ ലോകത്തായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് യേശുക്രിസ്തുവിന്റെ ഉപദേശം ആകുന്ന ഈ ബൈബിളിനെ, പുതിയ നിയമത്തെ നാം സ്വീകരിച്ച് അതിനെ നാം നമ്മുടെ പ്രമാണമായി അംഗീകരിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സൂചന ഇതാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രമാണം നമുക്ക് പഠിക്കുവാനും ആ പ്രമാണത്തെ ഈ ലോക പ്രകാരം ക്വിസ് മത്സരം നടത്തുവാനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിൽ അതിൻ്റെ ദുരുപയോഗം ചെയ്യാനും വേണ്ടിയിട്ടല്ല ദൈവ പ്രമാണം തന്നത്. അത് ഞാനിങ്ങനെ പറയാം, യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ കണക്കനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. അപ്പോൾ ആ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, യേശുക്രിസ്തു ഇങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിളി നമ്മളെ വിളിക്കുകയാണെന്ന് വിചാരിക്കാം. യേശുക്രിസ്തു ന്യായാസനത്തിലിരിക്കുന്നു. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ന്യായവിധി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരായിട്ട് മുമ്പോട്ട് കടന്നു വന്നാട്ടെ എന്ന് യേശുക്രിസ്തു വിളിക്കുവാണ് എന്ന് സങ്കല്പിക്കുക. അതായത്, ഞാൻ ന്യായവിധി ആരംഭിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഓരോരുത്തരായിട്ട് മുമ്പോട്ട് കയറി വന്നാട്ടെ
എന്ന് യേശുക്രിസ്തു വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസാറുമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ധൈര്യത്തോടെ കയറി ചെല്ലുമോ? അപ്പോൾ മുമ്പോട്ട് കയറി വന്നാട്ടെ എന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ കയറി ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ പേരിൽ അത്ഭുതങ്ങൾ ചെയ്ത, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്ത പലരെയും ആ നാളിൽ യേശുക്രിസ്തു അറിയുക പോലും ഇല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ നമ്മൾ അങ്ങനെ വായിക്കും. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നാൽ യേശുക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുക പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അധർമ്മം പ്രവർത്തിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ഈ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ വലത്തുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞത് നമുക്കിങ്ങനെ വായിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടുവന്നു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ കർത്താവിനോട്, കർത്താവ്, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിക്കാൻ തന്നു? അപ്പൊ അവർ ചോദിക്കുകയാണ്, നീതിമാന്മാരിങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾ എപ്പോഴാണ് നിനക്കിതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്? ഈ എളിയ സഹോദരന്മാർക്ക് ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, യേശുക്രിസ്തു പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിഫലം തരുമ്പോൾ, ആ പ്രതിഫലം വാങ്ങാനായിട്ട് ന്യായാസനത്തിന്റെ മുമ്പാകെ നമുക്ക് നിൽക്കുമ്പോൾ പ്രതിഫലം കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു നമുക്ക് മുന്നറിയിപ്പ് തന്നത്. നമ്മൾ വേദപുസ്തകം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അന്ത്യകാലത്ത് പുത്രൻ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. പണ്ട് പൂർവന്മാരോട് ദൈവം അരുളി ചെയ്തു, അത് ന്യായപ്രമാണമാണ്. എന്നാൽ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു, അത് പുതിയ നിയമമാണ്. ആ പുതിയ നിയമത്തിലാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഏതൊരു മനുഷ്യന് ന്യായവിധി ഉണ്ടെന്നും അവന് ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒത്തവണ്ണം അവന് പ്രതിഫലം ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രതിഫലത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ വലത്തുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെങ്കിൽ നാം വേദപുസ്തകത്തെ കാണാതെ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ഉത്തരം കണ്ടെത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ വേദപുസ്തകത്തിനെ ഉപയോഗിച്ചൊരു ക്വിസ് മത്സരം നടത്തി അതിൽ ഒരു ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചത് കൊണ്ടോ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കൊണ്ടോ ഒന്നും നമുക്ക് ന്യായവിധി ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ കയറി ചെല്ലാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, യേശുക്രിസ്തു നമ്മോട് ചോദിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തു നമ്മളോട് സംസാരിച്ച ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശം ഇതായിരുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് യേശുക്രിസ്തു അവസാനം പറഞ്ഞത്. അപ്പൊ ഇന്ന് ഉപദേഷ്ടാക്കന്മാർ അനേകരുണ്ട്. അപ്പോൾ ഉപദേഷ്ടാക്കന്മാരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ പ്രമാണിക്കുവാൻ തക്കവണ്ണം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു ചോദിക്കുന്നത് നിങ്ങൾ എത്ര പ്രസംഗിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര പ്രസംഗം നടത്തി എന്നുള്ളത് അല്ല, നിങ്ങൾ എത്ര ബൈബിൾ സ്റ്റഡി നടത്തി എന്നുള്ളതല്ല യേശുക്രിസ്തു ചോദിക്കുന്നത്. യേശുക്രിസ്തു ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതെല്ലാം പ്രമാണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്. നമ്മളോട് സൗരസൗരന്മാരെ നമ്മളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മൾ കർത്താവിന്റെ മുമ്പാകെ ചെന്നിട്ട് നാം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പ്രതിഫലം ലഭിക്കത്തില്ല. കർത്താവെ, ഞാൻ 119-ാം സങ്കീർത്തനം കാണാതെ പഠിച്ചു, കർത്താവെ പുതിയ നിയമം മുഴുവൻ ഞാൻ കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് അനേക ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ വേദപുസ്തകത്തിന്റെ എഴുതിയ ചരിത്രങ്ങളും ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി ജനത്തെ പഠിപ്പിച്ചു.
എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കർത്താവിൻ്റെ മുമ്പാകെ പ്രതിഫലം മേടിക്കാമെന്ന് നമ്മൾ ധരിക്കരുത്. ഞാനാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നടത്തിയ ബൈബിൾ ക്വിസിൽ ഞാനാണ് 1ാം സമ്മാനം മേടിച്ചത്, അല്ലെങ്കിൽ ഞാനാണ് ഇന്ന സഭയുടെ സെൻട്രൽ പാസ്റ്റർ ആയിട്ടിരുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഇത്രമാത്രം ജനത്തെ സ്നാനപ്പെടുത്തിയത്, ഇങ്ങനെ ഞാനാണ് നിന്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും ചെയ്തത് എന്നൊന്നും ദൈവമുമ്പാകെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് മുമ്പാകെ നമുക്ക് ഉത്തരം മുട്ടിപ്പോകാതിരിക്കേണ്ടതിന് ഈ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് സംസാരിച്ച ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരണം വരുത്തണമെന്നുള്ളതാണ്. അതല്ല എങ്കിൽ സംഭവിക്കുന്ന എന്നാ വെച്ച് കഴിഞ്ഞാൽ, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് വലത്തുള്ളവരോട് അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി നിത്യരാജ്യം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് നിത്യജീവനിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും, ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ നരകം ഒരുക്കിയിരിക്കുന്ന പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോകുവിൻ എന്ന് പറയും. അപ്പൊ നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം ഇതാണ്: നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രമാണം അത് പഠിച്ച് അതിന് ഒരു അറിവ് സമ്പാദിക്കാനല്ല, അല്ലെങ്കിൽ ആ പുസ്തകം നമുക്ക് മറ്റേതെങ്കിലും വിധത്തിൽ ദുരുപയോഗം ചെയ്യുവാനുള്ളതല്ല. ആ പ്രമാണം കർത്താവായ യേശുക്രിസ്തു തന്ന മുഖാന്തരം നമുക്ക് ലഭിച്ച ഈ പ്രമാണം നമുക്ക് അനുസരിക്കുവാനുള്ളതാണ്, പ്രമാണിക്കുവാനുള്ളതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ജനത്തെ പഠിപ്പിക്കണം, അങ്ങനെ അവരെ ശിഷ്യരാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വചനം നമ്മൾ പ്രമാണിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വളരെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇത് പ്രമാണിക്കാതെ ഇത് പഠിക്കുക മാത്രം ചെയ്ത് ഇതിൽ നിന്ന് കുറെ അറിവ് സമ്പാദിക്കുക മാത്രം ചെയ്ത് ഇത് വെച്ചുകൊണ്ട് നമ്മൾ കുറെ പ്രസംഗം മാത്രം നടത്തിയത് കൊണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ചെയ്തവരെ യേശുക്രിസ്തു അറിയുക പോലുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടോ, വേദപുസ്തകം കാണാതെ പഠിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ക്വിസ് മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് കൊണ്ടോ, ഒരു സഭയുടെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അനേക പേരെ സ്നാനപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും നമുക്ക് കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള യോഗ്യതകൾ അതൊന്നുമല്ല. അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞിങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. അപ്പോൾ കർത്താവിന്റെ ഉപദേശപ്രകാരം നമ്മളെ ന്യായം വിധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഉപദേശം നമ്മൾ അനുസരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ യേശുക്രിസ്തു നമ്മളെ വിളിച്ചാൽ, അതായത് ഞാൻ ന്യായവിധി ആരംഭിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരായിട്ട് മുമ്പോട്ട് കയറി വന്നാട്ടെ എന്ന് പറഞ്ഞാൽ കയറി ചെല്ലുവാൻ നമുക്ക് ധൈര്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആ ന്യായാസനത്തിന് മുമ്പാകെ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം മേടിക്കാൻ ഒരു ദിവസം നമ്മൾ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കണം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തോടെ ഓരോ ക്രിസ്ത്യാനിയും ദിവസം പ്രതി ജീവിക്കുകയും, ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ 2 വിഭാഗമായി ജനത്തെ വേർതിരിക്കുമ്പോൾ അതിന്റെ വലത്തുഭാഗത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം നാം ജീവിക്കേണ്ടവരാണ് എന്നാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു
നന്മ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം കൊടുക്കുമെന്നാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. വലത്തുള്ളവര് വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, നഗ്നരെ ഉടുപ്പിച്ചു, തടവിലിരുന്നവരെ കണ്ടു, രോഗികളെ ആശ്വസിപ്പിക്കുവാനായി ചെന്നു. ഇങ്ങനെയുള്ള അവരുടെ പ്രവൃത്തികൾക്കടുത്ത പ്രതിഫലം അവർക്ക് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യാതിരുന്നവർ തള്ളപ്പെടുകയും നിത്യനാശത്തിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ന്യായവിധി സകല മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വേദോത്സവം പറയുന്ന കാര്യമാണ്, അത് ഉറപ്പാണ്. മാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. അപ്പൊ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്ത ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത്. ആ ന്യായവിധി ദിവസത്തിൽ യേശുക്രിസ്തു ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ന്യായവിധി ആരംഭിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരായി മുമ്പോട്ട് കയറി വന്നാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ധൈര്യത്തോടെ കയറി ചെല്ലുവാൻ തക്കവണ്ണം ഈ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് നാം ദൈവമുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നവരായിരിക്കണം എന്നാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് വേദപുസ്തകം കാണാതെ പഠിക്കാനുള്ളതല്ല, വേദപുസ്തകം മറ്റേതെങ്കിലും വിധത്തിൽ വിനിയോഗിക്കാനുള്ളതല്ല, വേദപുസ്തകം അറിവ് സമ്പാദിക്കാനുള്ളതല്ല, വേദപുസ്തകം തർക്കിക്കാനുള്ളതല്ല, വേദപുസ്തകം അനുസരിക്കുവാനുള്ളതാണ്. അപ്പോൾ ഈ പ്രമാണം അനുസരിച്ചുകൊണ്ട് ഈ പ്രമാണപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ നമുക്ക് ധൈര്യത്തോടെ നിന്ന് പ്രതിഫലം മേടിക്കുവാൻ തക്കവണ്ണം ഒരു ജീവിതം നമ്മിൽ നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.